കാലത്ത് തന്നെ എണീറ്റിട്ട് വേഗം ചായക്കുള്ള പാലെടുപ്പത്ത് വെച്ചു. പിന്നെ ചോറും തെർമൽ കുക്കറിൽ നിന്ന് എടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ ഇന്ന് തിരക്ക് പിടിച്ചൊന്നും ചെയ്യേണ്ട. എന്താണെന്ന് വെച്ചാൽ മണിക്കൂട്ടന് കാലത്ത് 6 മണിക്ക് ട്യൂഷന് പോകണ്ട, ആൾ ടൂറ് പോയിരിക്കുകയാണ് സ്കൂളിൽ നിന്ന്. അപ്പോൾ ഞാൻ അതൊരു ഷോർട്സായി തന്നെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ ചെക്ക് ചെയ്തിട്ട് കയറി കാണണം. അപ്പോൾ കൊടൈക്കനാലിലേക്കാണ് ടൂറ് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഒരു 5:30 ആയപ്പോൾ പോയി. ഇനി ഞായറാഴ്ച കാലത്ത് തിരിച്ചെത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വാവച്ചിക്കുള്ള പാലും മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ജനലൊക്കെ തുറന്നിട്ടു. അപ്പോൾ ഏതാണ്ട് ഒരു 6 മണി 6:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ചാളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാങ്ങയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മണിക്കുട്ടനെ ടൂറൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. എന്താണെന്ന് വെച്ചാൽ വാവച്ചിക്ക് തൊണ്ടയിൽ ചെറിയ ഇൻഫെക്ഷനായിട്ടേ ഡോക്ടറെ കാണിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നല്ലോണം വൈകി വന്നിട്ടാണ് ചാളയൊക്കെ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ വേഗം അത് അരിച്ചെടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ചാളക്കറി വെക്കണം. പിന്നെ ഉപ്പേരി മുതിര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഒന്നും ഉണ്ടാക്കണില്ല. എന്താണെന്ന് വെച്ചാൽ വാവച്ചീനെ ഞാൻ കാലത്ത് പോകുമ്പോഴേ വീട്ടിലാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവൾ എന്തെങ്കിലും അവിടെ നിന്ന് കഴിച്ചോളും. പിന്നെ വിചാരിച്ചായിട്ട് ചോറുണ്ടിട്ടായാലും പൊക്കോളൂല്ലോ. അപ്പോൾ പിന്നെ ഞാനിന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോഴേക്കും ഞാൻ വേഗം മുതിരയൊക്കെ കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പോഴേക്കും ചോറും വെന്ത് വന്നപ്പോൾ അതും വാർത്ത് വെച്ചു. ഇനി എനിക്ക് കുടിക്കാനുള്ള വെള്ളം വെക്കണം. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഞാൻ ഇതുപോലെ കെറ്റിലാണ് വെക്കുക. അപ്പോൾ ഇതുപോലെ 2 കെറ്റിൽ വെള്ളം വെച്ചിട്ട് ഡെവറയിൽ ഒഴിച്ച് വെക്കും. അപ്പോൾ ആറി കിട്ടൂല. അപ്പോൾ വൈകുന്നേരം ഞാനിത് തിളപ്പിച്ച് വെക്കാറുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞില്ല നല്ലോണം വൈകിട്ടാണ് വന്നതെന്ന്. അത് കാരണം ഇന്നലെ വെച്ചില്ല. ഇന്ന് കാലത്ത് വേഗം വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. കാലത്ത് തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ തന്നെ ഒരു ഉഷാറാണ്. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ എടുത്തിട്ട് കുടിക്കുകയാണ്. അപ്പോൾ വിജേഷേട്ടൻ എണീറ്റിട്ടില്ല. പിന്നെ വാവച്ചി എണീറ്റിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ചെവിടിൻ്റെ അവിടെയൊക്കെ നല്ലോണം വീർത്തിരിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം ഇറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം മിഞ്ഞാന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ വയ്യാണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വേഗം അതിനുശേഷം വേഗം നാളികേരമൊക്കെ ചിരകി വെച്ചു. മീൻകറിയിലേക്ക് നാളികേരം വേണ്ടേ. അപ്പം അങ്ങനെ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി എടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയല്ലേ. പിന്നെ വിജേഷേട്ടൻ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വെളിച്ചെണ്ണ കമ്പനിയിലാണ്. അവിടെ തവിടെണ്ണയൊക്കെ നല്ല തവിടെണ്ണയൊക്കെ കിട്ടും. അപ്പോൾ തവിടെണ്ണയാണ് അവരൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. കൊളസ്ട്രോളിനൊക്കെ നല്ലതല്ല. അപ്പോൾ എല്ലാ കറിയിലേക്കും ഞാൻ തവിടെണ്ണ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് നാളികേരം തന്നെ എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അയിലക്കറി ഉണ്ടാക്കണത്. അതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കണത്. അമ്മയൊക്കെ എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഞാൻ വേഗം നാളികേരം പിന്നെ വറക്കൊന്നും വേണ്ട. ആ പൊടിയിൽ കിടന്നിട്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഞാനൊന്ന് ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട് അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെച്ചു. അപ്പോഴേക്കും കെറ്റിലെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം വെള്ളമൊക്കെ തിളപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാവച്ചിക്ക് കുറച്ച് ഉപ്പ് വെള്ളം പിടിക്കാനായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ് വെള്ളം പിടിക്കണം എന്ന്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് അവൾ എണീറ്റപ്പോൾ അവൾക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഗാർഗിൾ ചെയ്യാനായിട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ വേഗം മീനൊക്കെ കഴുകിയിട്ട് ചട്ടിയിലിട്ടിട്ട് ഇഞ്ചി ചതച്ചതും പിന്നെ പച്ചമുളക് നല്ല വെള്ള പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടു. പിന്നെ മാങ്ങയും ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തു. നല്ലോണം നല്ല മൂത്ത മാങ്ങയായിരുന്നു. പക്ഷെ നല്ല പുളി ഞാൻ നോക്കിയില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയെന്ന് തോന്നി. പക്ഷെ കറിയിലിട്ടപ്പോഴേ പക്ഷെ അത്ര പുളി ഉണ്ടായില്ല. എന്ന് വെച്ചാൽ മാങ്ങ ഉടഞ്ഞൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു കഷ്ണം കുടപ്പുളിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് തൊലി ചെത്തിയിട്ട് പകുതി മാങ്ങകളെടുത്തും ബാക്കിയുള്ള മാങ്ങ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ടാണ് ഞാൻ കടിച്ചു നോക്കിയത്. അപ്പോൾ നല്ല പുളി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം മാങ്ങയും കഴുകി വാരിയിട്ട് ചട്ടിയിലിട്ട് കൊടുത്തതിന് ശേഷം അപ്പോഴേക്കും നാളികേരം പൊടിയൊക്കെ ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ കൂടിയിട്ട് നാളികേരമൊക്കെ കൂടിയിട്ട് വേഗം അരച്ചെടുത്തു. അപ്പോൾ നല്ലോണം അരച്ച് വെണ്ണ പോലെ അരച്ചെടുത്തതിന് ശേഷം പിന്നെ വേറെ ഒന്നുമില്ല കറിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുളിയൊന്നും പിഴിഞ്ഞൊഴിക്കണ്ടല്ലോ മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം കുടപ്പുളി ഇട്ട് കൊടുത്തു ഒരു പുളി കിട്ടാനായിട്ട്. ഞാൻ കറിയൊക്കെ ഒരുവിധം തിളച്ച് വന്ന് നോക്കിയപ്പോഴേ തീരെ പുളി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ കുടപ്പുളി ഇട്ട് കൊടുത്തത്. ഇവിടെ പുളി ഇത്തിരി വേണം. മീൻ കറിയിലൊക്കെ പുളി വേണ്ട എന്നാലല്ലേ ടേസ്റ്റുള്ളൂ. എന്നിട്ട് ഞാൻ വേഗം നാളികേരമൊക്കെ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തു. അങ്ങനെ അരഞ്ഞ് കിട്ടിയാലാണ് ടേസ്റ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ വേഗം ഇഞ്ചിയും പച്ചമുളകും മാങ്ങയൊക്കെ ഇട്ടിട്ട് മീനൊക്കെ അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ചെറിയ ചാളയായിരുന്നു, വലിയ ചാളയല്ല. അത് കാരണം ചാള കട്ട് ചെയ്തതൊന്നല്ല, അങ്ങനെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ വേഗം നാളികേരമൊക്കെ അരച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മിക്സിയുടെ ജാറൊക്കെ ഒഴിച്ചിട്ട് കഴുകിയിട്ട് ബാക്കിയുള്ള വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് അതിലൊഴിച്ചിട്ട് നന്നായി ഇളക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് യോജിപ്പിച്ച് അത് വേഗം ഞാൻ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഏതാണ്ട് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ ഇന്നലെ വണ്ടി കൊണ്ടുവന്നില്ല എന്ന് വെച്ചാൽ നല്ലോണം വൈകിട്ടല്ലേ വന്നത്. അപ്പോൾ വിജയശേട്ടൻ്റെ കൂടെ വിജയശേട്ടൻ ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം മീൻകറിയൊക്കെ അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉള്ളി ഉണ്ടായിരുന്നില്ല, ആകെ 4 ഉള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ മീൻകറി കാച്ചാനായിട്ട് ഉള്ളി വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ മുതിരപ്പേരിയിലേക്ക് ഉള്ളിയൊന്നും എടുത്തില്ല. അപ്പോൾ ചെറിയൊരു സബോള എടുത്തിട്ട് മുതിര
മുതിരപ്പേരി മുളകിടാന്ന് വിചാരിച്ചു. സബോള ഇട്ടിട്ടായാലും മുതിരപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻകറി മാത്രമല്ല ഉള്ളൂ, പിന്നെ വറക്കാനുള്ള മീനും ഉണ്ടായിരുന്നില്ല, കുറച്ച് മീൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഉപ്പേരിയൊന്നും വെക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ വിജയശേട്ടൻ പറഞ്ഞു മുതിരപ്പേരി വെച്ചോന്നു. പിന്നെ വാവിച്ച് ഇത്തിരി കഞ്ഞി കുടിക്കുകയാണെങ്കിൽ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ആൾക്ക് മുതിരയും കടലൊക്കെ ഇഷ്ടമല്ലേ, പക്ഷേ ആൾക്ക് നല്ല വേദനയൊക്കെ ഉള്ള കാരണം ഇറക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് മാറും തന്നെയാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഞാൻ വേഗം സബോളയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം വേഗം ഞാൻ മുതിരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് മുതിരയൊക്കെ തുറന്ന് നോക്കിയപ്പോഴേ വെള്ളം നല്ലോണം ഉണ്ടായിരുന്നു, പക്ഷേ വെള്ളം അതിലിട്ട് വെറ്റിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ മുതിരയൊക്കെ അടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ഇത്തിരി വെള്ളമൊക്കെ അധികം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ സബോളയൊക്കെ വഴണ്ട് വന്നപ്പോൾ അതിലാവശ്യത്തിന് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും അമ്മ വിളിച്ചതാണ് വാവിച്ചിക്ക് എങ്ങനെയുണ്ട് ചോദിക്കാൻ. അപ്പോൾ ഞാൻ വാവിച്ചിനെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മുളകും പൊടി മൂത്ത് വന്നപ്പോൾ ഞാനതിൽ മുതിരയൊക്കെ വെന്തത് ഇട്ട് കൊടുത്തു. അപ്പോൾ വിജയശേട്ടൻ എണീറ്റ് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, മണിക്കുട്ടൻ എൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, അവരവിടെ എത്തിയോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എത്തി, മെസ്സേജൊക്കെ വന്നു, ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ മുതിരയൊക്കെ വെന്ത് വന്നപ്പോൾ മുതിരയൊക്കെ മുളകും പൊടിയൊക്കെ ആയി വന്നപ്പോൾ മുതിരയൊക്കെ ഞാൻ പെട്ടെന്ന് അതിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് അവരടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. മീൻകറിയും തിളച്ച് വന്നപ്പോൾ അപ്പോഴാണ് ഞാൻ പുളിയൊക്കെ നോക്കിയത്. അപ്പോൾ പുളി തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു കുടപ്പുളിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ കറിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു കുടപ്പുളിയൊക്കെ ഞാൻ അതിലിട്ട് കൊടുത്തു. അപ്പം പുളിയൊക്കെ കറക്റ്റായി വന്നു. എന്നിട്ട് ഞാൻ നന്നായിട്ട് മുതിരയും ഇളക്കി കൊടുത്തു. അപ്പോൾ നാളികേരം കുറച്ച് ഇട്ട് കൊടുക്കാൻ മുതിരപ്പേരിയിൽ എന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ നാളികേരം ഇത്തിരി ചിരകിയപ്പോഴേ ഇത്തിരി അധികമായി. അപ്പോൾ ഞാൻ കടലയിലും മുതിരയിലും വെക്കുമ്പോൾ ഞാൻ ഇത്തിരി നാളികേരം ഇട്ട് കൊടുക്കും. നാളികേരം ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നാളികേരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ മുതിരപ്പേരി ആയി വന്നിട്ടുണ്ട്, മീൻകറി ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് ചായക്കടി ഒന്നും ഉണ്ടാക്കണില്ല എന്നല്ല വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ വിജയശേട്ടൻ അതുപോലെ കഞ്ഞിയാ ചോറോ എന്തെങ്കിലും കഴിച്ചോളും. പിന്നെ വാവച്ചിക്കും ചൂട്ടോടക്കൽ ഇത്തിരി കഞ്ഞി ഒക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കുടിക്കുമോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം നാളികേരമൊക്കെ ഇട്ടു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ഈ തൊണ്ടയിൽ ഉപ്പുവെള്ളമൊക്കെ പിടിക്കാൻ കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കാപ്പിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കാപ്പിപ്പൊടി ഇരിക്കുന്നുണ്ട്, അതിട്ടിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗുളിയൊക്കെ കഴിക്കാനുണ്ടല്ലോ. അങ്ങനെ മീൻകറിയും മുതിരപ്പേരിയും ആയി വന്നിട്ടുണ്ട്. മീൻകറി എന്ന് വെച്ചാൽ ചാള കറിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം പിന്നെ ഞാൻ വേഗം മീനിൽ ഞാൻ പറഞ്ഞില്ലേ 4 ഉള്ളി ഉണ്ടായിരുന്നുള്ളൂ, അത് മൂത്ത് വന്നപ്പോൾ അതിൽ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ മീൻകറിയും ഒക്കെ കാച്ചി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മീൻകറിയും മുതിരപ്പേരിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വൈകിട്ടാണ് വന്നതെന്ന്. അപ്പോൾ ഊണ് കഴിച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചുള്ള ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അതിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് എന്തോ വയ്യാന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇനി വേഗം പാത്രങ്ങളൊക്കെ കഴുകണം. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ചോറാക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കാലത്ത് തൊട്ടുള്ള പാത്രങ്ങളും പിന്നെ ഇന്നലെ വൈകുന്നേരം കുറച്ച് പാത്രങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ വിജയശേട്ടൻ തിരക്ക് പിടിക്കുന്നുണ്ട്, വേഗം വന്നോട്ടെ, അല്ലെങ്കിൽ പിന്നെ ആളുടെ കാര്യം നോക്കി പോയാൽ മതി, ഇത് ഞങ്ങളതിനെ അവിടെ ആക്കി തരണ്ടേ, എനിക്ക് വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം ചോറാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ വാവിച്ചീനെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, വായോ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കിയിട്ട് കുടിച്ചോളാൻ. അപ്പോൾ അങ്ങനെ പാത്രങ്ങൾ മുഴുവൻ കഴുകിയതിന് ശേഷം ഞാൻ സിങ്കും കാര്യങ്ങളൊക്കെ കഴുകിയിട്ടു. അപ്പോൾ എന്നതുപോലെ ചെയ്തിട്ട് തന്നെയാണ് പോവാറ്. പക്ഷേ ഞാൻ വരുമ്പോഴേക്കും പിന്നെ ഇവർ ചോറ് കൊണ്ടുപോയ പാത്രങ്ങളും ഇവർ കാലത്ത് കഴിച്ച പാത്രങ്ങളൊക്കെ പിന്നെ സിങ്കിൽ നിറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വേഗം സിങ്കൊക്കെ കഴുകിയതിന് ശേഷം അവിടേക്ക് ഒന്ന് തുടച്ചിട്ടതിന് ശേഷം ഇനി തിണ്ടും കാര്യങ്ങളൊക്കെ തുടയ്ക്കണം, അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടണം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോയാൽ തന്നെ പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം വേഗം ഞാൻ എനിക്കും വിജയശേട്ടന് ചോറാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വാവച്ചിക്ക് വേണ്ടാന്ന്. അപ്പം അങ്ങനെ ചോറൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ വിജയശേട്ടനും കൂടി ചോറാക്കി. 2 പേർക്കും ചോറാക്കിയതിന് ശേഷം പിന്നെ നല്ല മീൻകറി ഞാൻ കൊണ്ടുപോകണില്ല, ഞാൻ മുതിരപ്പേരി മാത്രമാണ് കൊണ്ടുപോകണത്. വിജയശേട്ടന് മാത്രമാണ് മീൻകറി ആക്കണുള്ളൂ. പിന്നെ വൈകിട്ട് മീൻകറി കൊണ്ടുപോയാലേ മണല്ലാവുകയെന്ന് വിചാരിച്ചിട്ട് ഞാൻ മീൻകറി എടുത്തില്ല. പിന്നെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഉണ്ണാലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം വാവച്ചിക്ക് കുറച്ച് കഞ്ഞി തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, ഞാൻ മാമൻ്റെ കൂടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചുകൊണ്ടെന്ന്. എന്നിട്ട് ഞാൻ വേഗം മീൻകറിയും വിജയശേട്ടനാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ മീൻകറി ആക്കിയതിന് ശേഷം മുതിരപ്പേരി പിന്നെ വേറെ പാത്രത്തിലൊന്നും ആക്കണില്ല, ചോറിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ കുറേ പാത്രങ്ങൾ പിന്നെ കഴുകാനുണ്ടാവും വന്നു കഴിഞ്ഞാൽ എനിക്ക്. പിന്നെ ഈ ചോറ് കൊണ്ടുപോയി പാത്രങ്ങളൊക്കെ ആകുമ്പോഴേ കുറേ പാത്രങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം മീൻകറിയും ചോറും ആക്കിയിട്ടുണ്ട്, മുതിരപ്പേരും ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ എല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് അടുക്കളയുടെ തിണ്ടൊക്കെ ഒന്ന് തുടച്ചിടണം, പിന്നെ അടുക്കളയും ഒന്ന് അടിച്ചു വാരിയിടണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചോറൊക്കെ ഞാൻ തെർമൽ കുക്കറിൽ തന്നെ ഇറക്കി വയ്ക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഇത്തിരി ചൂടായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ച്
എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടു. ഗ്യാസും തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചു. അപ്പം ഞാൻ വാവിച്ച് തൊണ്ടയിൽ ഉപ്പുവെള്ളമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വാവിച്ചോട് അമ്മ പാല് ചൂടാക്കി വെച്ചിട്ടുണ്ട്, കപ്പിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ ഇത്തിരി കാപ്പിപ്പൊടി ഇരിക്കുന്നുണ്ട്, അതിട്ടിട്ട് കുടിച്ചോളാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം, കമൻറ്റ് ഇടണം. പിന്നെ 4000 സബ്സ്ക്രൈബർ ആയിട്ടാ.